ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. Today I am sharing thought of the day. Thought of the day is let your doubts lead you to deeper. Saint St. Thomas, thank you. He is celebrated as Bashir Day. Answer July 5. Who are the parents of Bashir? Answer Father Kai. വൈക്കം മുഹമ്മദ് ബഷീറിനെ സ്മരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് അറിയാമോ? എന്തെങ്കിലും വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് അറിയാമോ? പ്രശസ്തനായ ഒരു എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. മനുഷ്യരുടെ ജീവിതവും സ്നേഹവും നന്മയും ഹാസ്യവും മനുഷ്യ സ്നേഹവും മനോഹരമായി അവതരിപ്പിച്ച ഒരു എഴുത്തുകാരനാണ്. നമ്മളായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സർവകലാശാല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഓരോ കൃതിയും വായനക്കാരുടെ ഹൃദയം സ്പർശിക്കുന്നതാണ്. ബാല്യകാല സഖി. ഇനിയൊരു പുസ്തകം പറയാമോ നിങ്ങൾക്ക്? ഇനിയൊരു പുസ്തകം, അദ്ദേഹം എഴുതിയ ഒരു പുസ്തകത്തിന്റെ വായിച്ച് നമ്മുടെ സ്വഭാവ രൂപീകരണം, നല്ല ചിന്താശേഷി, മറ്റു മനുഷ്യരെ അടുത്തറിയുവാനും ജീവിത അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും നമ്മളെ ലുണ്ടു നല്ലൊരു സുൽത്താൻ, കഥകൾ കൊണ്ടൊരു കോട്ട കെട്ടി കൽബിലേറിയ സുൽത്താൻ, ഒന്നുമൊന്നും ഇമ്മിനിയൊന്നെന്ന വല്ലതുപോലെ. May his light of knowledge, wisdom and character formation be formed in each and every one of our lives also. So let's remember this great. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു തുടങ്ങുന്നു. നമ്മുടെ മലയാളം ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച വലിയൊരു മനുഷ്യനായിരുന്നു ബഷീർ. ലളിതമായ വാക്കുകൾ കൊണ്ട് വായനക്കാരൻ്റെ ഹൃദയത്തിൽ വലിയ ചിന്തകൾ കൊണ്ടുവരാനുള്ള കഴിവ് ബഷീറിനുണ്ടായിരുന്നു. ബഷീറിൻ്റെ വാക്കുകൾക്കെന്നും വലിയൊരു അർത്ഥതലമുണ്ട്. മനുഷ്യൻ അതൊരു വിചിത്രമായ സാധനം തന്നെ എന്ന് അദ്ദേഹം പറയുമ്പോൾ മനുഷ്യൻ്റെ നന്മകളെയും അതേസമയം മനുഷ്യന്റെ വിചിത്രമായ പെരുമാറ്റങ്ങളെയും അദ്ദേഹം എത്ര ലളിതമായി വരച്ചു കാണിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപ്പയ്ക്ക് ആനയുണ്ടാകുന്നു, മതിലുകൾ തുടങ്ങിയവയെല്ലാം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട വായനകളാണ്. പ്രകൃതിയുടെ കഴിവ് കാണിക്കാനും പ്രകൃതിയിലുള്ള ജീവികളോട് സ്നേഹം കാണിക്കാനും അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒരു എഴുത്തുകാരൻ എന്നതിലുപരി സ്നേഹവും സഹാനുഭൂതിയും കൈമുതലായ ഒരു
ഒരു വലിയ മനുഷ്യസ്നേഹിയായിരുന്നു അദ്ദേഹം. ലോകത്തെ സ്നേഹിക്കാനും തെറ്റുകൾ തിരുത്തി നല്ല മനുഷ്യരായി ജീവിക്കാനും അദ്ദേഹം നമ്മെ പഠിപ്പിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളായ നമുക്ക് ബഷീറിൻ്റെ പാഠപുസ്തകങ്ങൾ വലുതാണ്. ബഷീറിൻ്റെ ജീവിതം നമ്മെ പ്രകൃതിയെയും മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ സഹായിക്കുന്നു. നന്ദി, നമസ്കാരം. ഹൃദയം പ്രേമസ്വരൂപനവുമായ ഒരു സുന്ദര കാലത്ത് ഉപ്പാക്കേ ഒരു ആനയുണ്ടായിരുന്നു, വലിയൊരു കൊമ്പനാന. ഈ പയമ്പുരാണം അന്റെ ഉപ്പാന്റെ വലിയ കൊമ്പനാന വെറും മുച്ചീട്ട് കളിക്കാരന്റെ മകൾ ഞമ്മന്റെ പാപ്പ മുച്ചീട്ട് കളിച്ചും പല പല ഒരു മതത്തിലും പെടുത്താതെ വളർത്താനാണ് കേശവൻ നായരും ഞാനും. ഒന്ന് നിർത്തോ, ഒരാകാശമൊട്ടായി. നിങ്ങൾ ആരെങ്കിലും എന്റെ ആടിന് കഞ്ഞാളം കൊടുത്തോ? ഇജ്ജതിനൊന്ന് തറയെ നിർത്തി. മനുഷ്യരെ വേർതിരിക്കാൻ പറ്റരുത്. ഒരു മതിലിന്റെ ഭൂഷണങ്ങൾ, അതിക്രമങ്ങൾ എന്നിവ നേരിടാൻ നമുക്ക് വിദ്യാഭ്യാസം കൂടിയേ തീരൂ. ദിനു കുളിരായി വന്നു ഞാൻ വരച്ച ചിത്രങ്ങൾ. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ, അലിവുള്ള സൈനബ, അറിയാതെ എൻ്റെ ജീവനായതെന്തിനാണു നീ? ഓ സൈനബ, സൈനബ, സൈനബ. കൊണ്ടുരുമാൽ തീർത്ത സൈനബ,